കുറച്ച് നേരത്തേക്ക് ചിരിക്കുമ്പോഴൊക്കെ മുഖമൊക്കെ ഒന്ന് കോടിയിരിക്കും. അപ്പൊ പരിചയക്കാരെ നോക്കി ചിരിക്കാണ്ടിരിക്കുക. പേടി കാരണം പുള്ളിക്കാരി കോൺഷ്യസ് സെഡേഷനിൽ ചെയ്യാന്നാണ് തീരുമാനിച്ചത്. സാധാരണ ആൾക്കാര് സർജറി പകുതി എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് ആ അവസ്ഥയിലായിരിക്കും. ഇതിപ്പോ ആള് ചിരിച്ചുകൊണ്ടിരിക്കും. യെസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വിസ്റ്റം ടൂത്ത് റിമൂവൽ സർജറിയാണ്. അത് പുള്ളിക്കാരുടെ ഈ താടിയിലിന്റെ ഏറ്റവും അറ്റത്തുള്ള പല്ല് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഇടക്കിടക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. അത് ചരിഞ്ഞിരുന്നിട്ട് തൊട്ടടുത്തുള്ള പല്ലില് കേടുണ്ടാക്കുന്നുണ്ട്. ആ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക് കൊടുത്തിട്ടാണ് പല്ല് എടുക്കാറ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. പെയിനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇൻഫെക്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് സർജിക്കൽ റിമൂവൽ ആണ്. അപ്പോൾ ആളെ സംബന്ധിച്ച് ആള് കുറച്ച് പേടിച്ചിരിക്കുകയാണ്. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ പേടി കാരണം പുള്ളിക്കാരി കോൺഷ്യസ് സെഡേഷനിൽ ചെയ്യാന്നാണ് തീരുമാനിച്ചത്. കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞാൽ ട്വലൈറ്റ് സെഡേഷൻ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് കൊടുത്ത് ആളെ ഒന്ന് മയക്കുന്നു. മയക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ആളുടെ ബോധം പോകുകയൊന്നുമില്ല. ഒരു സ്വപ്നത്തിൽ കിടക്കുന്ന ഒരു ഫീലായിരിക്കും. അങ്ങനെ വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കൂടുതലായിട്ടും ഡെന്റൽ ട്രീറ്റ്മെന്റ് പേടിയുള്ള ആളുകളുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകളും കുട്ടികളെ പോലെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടെടുത്തോളം ഒരു മോർ ദാൻ 50% ആളുകൾ വളരെയധികം ഡെന്റൽ ട്രീറ്റ്മെന്റിനെ പേടിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാണ് ഈ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടെൻഷൻ മാറാൻ, സ്ട്രെസ് മാറാൻ, റിലാക്സ് ആകാൻ, പെയിൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാതിരിക്കാൻ. പെയിൻ അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും ലോക്കൽ അനസ്തേഷ്യ എല്ലാം കൊടുക്കും. അതുകൂടാതെ ഇത് കൂടി കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും അവർ. അപ്പൊ നമ്മളിപ്പോ എക്സ്റേ എടുക്കാൻ പോവുകയാണ്. പല്ലിന്റെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങൾ കിട്ടണം എന്ന് വെച്ചാൽ വേരിന്റെ ടിപ്പ് ഉൾപ്പെടെ നമുക്ക് എക്സ്റേയിൽ കിട്ടണം. അപ്പൊ അതിനായിട്ട് കുറച്ച് ഞാൻ അകത്തോട്ട് അമർത്തി വെക്കുന്നുണ്ട് എക്സ്റേ സെൻസർ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം വിസ്റ്റം ടൂത്ത് കേട് വന്നിരിക്കുകയാണ്. അതുകൂടാതെ തൊട്ടടുത്തുള്ള പല്ലിനെ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ കേട് വന്ന ഭാഗത്ത് ഭക്ഷണം കയറിയിരുന്നിട്ട് തൊട്ട് മുമ്പിലുള്ള പല്ലിന്റെ പുറകുവശത്തായിട്ട് കേടുണ്ടാകും. അപ്പൊ പല ആളുകളിലും ഈ 7ാമത്തെ പല്ലും കൂടി വേദനയായിട്ട് വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ 8ാമത്തെ പല്ല് അഥവാ വിസ്റ്റം ടൂത്ത് എടുത്ത് കളയാൻ വേണം. അതോടൊപ്പം 7ാമത്തെ പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടേണ്ട അവസ്ഥയും കൂടി ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ നമുക്ക് പല്ലിന്റെ ക്രൗൺ പോർഷൻ മാത്രമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേരിന്റെ പോർഷൻ കൂടി കിട്ടണം. അപ്പൊ ഞാൻ കുറച്ചുകൂടി അമർത്തി സെൻസർ വായുടെ അകത്തോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു എക്സ്റേ കൂടി എടുത്ത് നോക്കാം. ശരിക്കും ലൂസാക്കി വെച്ചോ നമുക്ക്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം വേര് ഭാഗം കിട്ടിയിട്ടുണ്ട്. അവിടെ വേരില് നമുക്ക് ചെറിയൊരു പ്രശ്നം കാണുന്നത് ഇവിടെ ഒരു റൂട്ട് കേർവ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. അത് കൂടാതെ ഈ റൂട്ട് കുറച്ച് തിക്കായിട്ട് കാണാം. ഇവിടെ നമ്മൾ ഈ തൊട്ട് മുമ്പുള്ള പല്ല് നോക്കിയാൽ മനസ്സിലാവും റൂട്ടിന്റെ ടിപ്പ് ആകുന്തോറും അതിങ്ങനെ തിന്നായിട്ട് വരുന്ന കാണാം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു അപ്പിയറൻസ് കാണുന്നില്ല 8ാമത്തെ പല്ലില് അല്ലെങ്കിൽ വിസ്റ്റം ടൂത്തില്. അവിടെ റൂട്ട് കുറച്ച് ബൾക്കായിട്ടിരിക്കുന്ന പോലെ കാണാം. അത് മിക്കവാറും സിമെന്റോസിസ് ആവാനാ സാധ്യത. എന്ന് വെച്ചാൽ റൂട്ടിന്റെ ചുറ്റുമുള്ള അല്ല റൂട്ടിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള സിമെന്റ് എന്ന് പറയുന്ന ഭാഗം കൂടുതലായിട്ട് ഉണ്ടായി വരുന്ന അവസ്ഥ. ആ പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ആ പല്ല് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാതെ പല്ല് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് പല്ലിന്റെ വേര് പൊട്ടി അകത്തിരിക്കും. അങ്ങനെ പിന്നെ ആ വേരിന്റെ ടിപ്പ് എടുക്കാൻ മാത്രമായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ പല്ലിന്റെ ചുറ്റുമുള്ള വേരിന്റെ ചുറ്റുമുള്ള എല്ല് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഈ തെങ്ങിന്റെ മൂടൊക്കെ എടുത്ത് കളയണ പോലെ ചുറ്റുമുള്ള മണ്ണ് കംപ്ലീറ്റ് മാന്തിയാലേ ഈ സാധനം പുറത്തേക്ക് വരുള്ളൂ. അതേപോലെ തന്നെ ഈ പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കോൺഷ്യസ് സെഡേഷൻ ആണ്. അത് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് കൊടുക്കുന്നത്. ട്വലൈറ്റ് സെഡേഷൻ എന്നും പറയും. ഈ നൈട്രസ് ഓക്സൈഡ് ലാഫിംഗ് ഗ്യാസ് എന്നും കൂടി അറിയപ്പെടുന്ന ഒരു ഗ്യാസ് ആണല്ലോ, പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ആൾക്കൊരു ചെറിയ മന്ദത അനുഭവപ്പെടും. ഒരു സ്വപ്നത്തിൽ കിടക്കുന്ന പോലെ ഒരു ഫീല്, അധികം ഒരു റിലാക്സേഷൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കത് കൊടുത്തേക്കാം. ഇതിനകത്ത് കാണാം നൈട്രസ് ഓക്സൈഡും ഓക്സിജനും മിക്സ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 40% നൈട്രസ് ഓക്സൈഡും 60% ഓക്സിജനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അത് ഇനിയും നമ്മളത് ഓരോ പേഷ്യന്റ് അനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യും. നമുക്ക് കണ്ണിന് ചെറിയൊരു തളർച്ച പോലത്തെ ഒരു ഫീലാണ് ആദ്യം ഫീൽ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ സ്പ്രേ അടിക്കാൻ പോവുകയാണ്. അത് ഇഞ്ചക്ഷന് മുൻപായിട്ട് ഒരു ചെറിയൊരു മരവിപ്പ് അനുഭവപ്പെടാനായിട്ടാണ് സ്പ്രേ അടിക്കുന്നത്, ഇഞ്ചക്ഷന്റെ വേദന അറിയാതിരിക്കാനായിട്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഇയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ നീഡിൽ ഫ്രീ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊരു പുതിയൊരു ടെക്നോളജി ഉണ്ട്. അതിൽ നീഡിൽ ഉണ്ടാവില്ല. നീഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുത്തിവെപ്പിന്റെ വേദന ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നീഡിൽ നിന്നുള്ളൊരു പേടിയും വേണ്ട. വാ തുറന്നു കേട്ടോ.
വളരെ ഹൈ പ്രഷറിൽ ആ സൊല്യൂഷൻ നമ്മുടെ ടിഷ്യൂലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥയാണ് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുക. സൂചി വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂചി കുത്തുന്ന വേദന ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നീഡിൽ ഫ്രീ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ വേറെ ഇഞ്ചക്ഷൻ കൊടുത്തു, കാരണം കുറച്ച് കൂടുതൽ നമ്പാവാനായിട്ട്. അപ്പൊ ആദ്യം ഓൾറെഡി മരിച്ചിട്ടുണ്ട്, അതിന്റെ പുറമെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ വേറെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ ആ കുത്തുന്ന വേദന അറിയില്ല. ഇതാണ് വിഷൻ ടൂത്ത്. ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതിന്റെ മുഴുവൻ ഭാഗം പുറത്തില്ല. അതിന്റെ ക്രൗൺ പോർഷൻ, ഔട്ടർ പോർഷൻ, പല്ലിന്റെ ഔട്ടർ പോർഷൻ പകുതിയോളം അകത്താണ്. നമ്മൾ നേരത്തെ എക്സ്റേ കണ്ടല്ലോ അതുപോലെ. അപ്പൊ നമുക്ക് എടുത്തു തുടങ്ങാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ചുറ്റുമുള്ള മോണ അവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലേസറാണ്. എന്തുകൊണ്ട് ലേസർ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ഇല്ലാത്ത ഒരു ഫീൽഡ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് ലേസറാണ്. പൂർണ്ണമായിട്ട് ബ്ലഡ് ഇല്ലാത്ത അവസ്ഥയല്ല, എന്നാലും ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും. നമുക്ക് നമ്മുടെ വിസിബിലിറ്റി നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് പല്ല് പുറത്തേക്ക് എടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ടാണ് ലേസർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒന്നും ബ്ലഡ് ഇല്ല. ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ ലേസറിന് സാധ്യമാണ്. അപ്പൊ നമുക്ക് വിസിബിലിറ്റി കുറെ കൂടി ഈസിയാണ്. ഇപ്പൊ നമ്മൾ ലേസർ കൊണ്ട് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീസോ യൂണിറ്റ് എന്ന് വെച്ചാൽ പീസോ സർജിക്കൽ യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ട് എല്ല് കട്ട് ചെയ്യാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഡ്രില്ലാണ്. ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങുന്ന ഒരു ഡ്രില്ലാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അതല്ല ഉപയോഗിക്കുന്നത്. പീസോ യൂണിറ്റ് എന്ന് പറയുന്നത് ചെറിയ വൈബ്രേഷൻ വഴിയാണ് എല്ലിനെ കട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കംഫേർട്ട് വളരെ വളരെ കുറവായിരിക്കും, ഡ്രില്ലിങ്ങിനേക്കാളും വളരെ കുറവായിരിക്കും. പിന്നെ അത് കൂടാതെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡന്റലി എല്ല് കൂടുതലായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയും ഇല്ലാതായിരിക്കും. വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് എല്ല് വളരെ കുറവായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ സാധ്യമാണ്. ഇതാണ് പീസോ സർജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ചെറിയ വൈബ്രേഷൻ ആണ്. ഇത് കണ്ടില്ലേ, അതിൽ നിന്ന് സലൈൻ വരും, കൂടാതെ ചെറിയ വൈബ്രേഷൻ മാത്രമാണ്. ഇത് കണ്ട, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പല്ലിന്റെ പുറം വശത്തുള്ള എല്ലാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ സൈഡ് എല്ല് നമ്മൾ പൊതുവെ കട്ട് ചെയ്യാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റലി പല്ല് ചിലപ്പോൾ തെറിച്ച് നാക്കിന്റെ അടിയിൽ ഒരു ചെറിയ ഒരു പൗച്ച് പോലുള്ള ഒരു സ്പേസ് ഉണ്ട്, ഈ സ്പേസിലേക്ക് പോകും. അങ്ങനെ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് താടിയിലിന്റെ അവിടെ കീറി കൊടുത്തിട്ടൊക്കെ ആ പല്ല് എടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ല് പരമാവധി കട്ട് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. പരമാവധി അല്ല, തീരെ കട്ട് ചെയ്യാതെയാണ് നമ്മൾ ആ പല്ല് എടുക്കാൻ ശ്രമിക്കുക. മറ്റേ പല്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പരസ്തീഷ്യ എന്ന് പറയും. എന്ന് വെച്ചാൽ നെർവിലുണ്ടാകുന്ന ക്ഷതം കൊണ്ട് ഭാഗികമായിട്ട് നെർവിന്റെ പ്രവർത്തനത്തിൽ ഒരു പ്രയാസം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് ഈ നമ്മുടെ മരിപ്പൊക്കെ മാറി സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചുണ്ടിന്റെ ഭാഗത്ത് നാവിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ കുറെ നാളത്തേക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വരെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യം ചിലപ്പോൾ സംവേദനം തന്നെ നഷ്ടപ്പെടാം. അതിപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് പോയി സർജറി ചെയ്താലും എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ഉപയോഗിച്ച് സർജറി ചെയ്താലും ഈ ഒരു പ്രശ്നം വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. അതിന് മരുന്നുകളൊക്കെ ഉണ്ട്. ഈ മീഥൈൽ കോബാലാമിനൊക്കെ അടങ്ങിയിട്ടുള്ള മരുന്നുകളൊക്കെ അതിന് മാസങ്ങളോളം കഴിക്കാൻ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. പിന്നെയുള്ളൊരു കോംപ്ലിക്കേഷൻ, ഇപ്പോൾ വായയുടെ അകവശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയ ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഇൻഫെക്ഷനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്ത് വീണ്ടും ചിലപ്പോൾ സ്റ്റിച്ച് ഇടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതല്ല, വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ മുൻകൂട്ടി ബോധിപ്പിക്കുക ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം. അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ സർജറി ചെയ്യാനായിട്ട്. ഒരിക്കലും അൺകൺട്രോൾഡ് ഷുഗർ ഉള്ള സമയത്തൊന്നും ഈ സർജറി ചെയ്യാനേ പാടില്ല. അതായത് ഡോക്ടർ എന്തായാലും സർജറിക്ക് മുമ്പ് ഷുഗറൊക്കെ ചെക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ബോണിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി ആ പല്ലിനെ ഒന്ന് റിലീസ് ആക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ ബോൺ കട്ട് ചെയ്ത് വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 7ാമത്തെ പല്ലിന്റെ ഇടയിൽ 8ാമത്തെ പല്ലിന്റെ ക്രൗൺ പോർഷൻ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ ക്രൗൺ പോർഷൻ എവിടെയാണോ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് ആ ബ്ലോക്കായ ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റും. എന്നിട്ട് നമ്മൾ ആ പല്ലിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മളിത് ലേസറും പിന്നെ പീസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ബ്ലഡ് ഇല്ലാതിരിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ബ്ലഡ് ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആയിരിക്കും.
ഇതൊരു പല്ലിന്റെ പീസാണ്. ഇത് 7ാമത്തെ പല്ലിന്റെ ഇടയിൽ ബ്ലോക്കായി കിടന്നിരുന്ന പല്ലിന്റെ ക്രൗൺ പോർഷൻ ആണ്. ഒരു എക്സ്റേ എടുത്ത് കൺഫേം ആക്കുക. അവിടെ ഒന്നും ലോക്കായി കിടപ്പില്ല. പല്ലിന്റെ പോർഷൻ 7ാമത്തെ പല്ലിന്റെ പുറകിലായിട്ട് ലോക്കായിട്ട് കിടപ്പില്ല എന്നുള്ളത് ഒന്ന് കൺഫേം ആക്കി എക്സ്റേ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പ്രഷർ കൊടുത്താൽ പല്ല് പുറത്തേക്ക് എടുക്കാൻ നോക്കാം. സാധാരണ ആൾക്കാര് സർജറി പകുതി എത്തുമ്പോഴത്തേക്കും കരഞ്ഞു വെറുതെ ആ അവസ്ഥയിലായിരിക്കും. ഇതിപ്പോ ആള് ചിരിച്ചോണ്ടിരിക്കും, കൂടുതൽ പല്ലുകൾ എടുക്കൂ എന്റെ എന്നുള്ള. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം ആ ഭാഗത്തുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോ നമ്മൾ പ്രഷർ കൊടുക്കാൻ പോവാണ് പല്ലിലേക്ക്. പല്ല് പോന്നു. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് ഇതിന്റെ ഒരു പീസ് അവിടെ തന്നെ ഉണ്ട്, അതും കൂടി നമുക്ക് എടുക്കണം. ഒരു റൂട്ട് ഒരു ഡയറക്ഷനിൽ, മറ്റേ റൂട്ട് വേറെ ഡയറക്ഷനിലിരിക്കണം. അപ്പൊ ഒരു റൂട്ട് നമുക്ക് ഇനി എടുക്കാനുണ്ട്. അപ്പുറത്തെ ആ കർവ്ഡ് റൂട്ട് പോന്നു, ഇപ്പുറത്തുള്ള റൂട്ടാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ തോതിൽ സിമെന്റോസിസ് ഉള്ളൊരു റൂട്ടാണ്. ആ റൂട്ട് തന്നെ രണ്ടായിട്ട് ഡൈവേർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് പോകുന്നുണ്ട്. ഇപ്പൊ എക്സ്റേയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഉള്ള ആ പീസ് പോന്നു. ഇപ്പൊ കംപ്ലീറ്റ് പീസ് എല്ലാം പോകുന്നു, എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോ സ്യൂച്ചർ ഇടുക എന്നുള്ളതാണ്, തുന്നലിടുക എന്നുള്ളതാണ്. അപ്പൊ തുന്നലിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്ന തരം, പിന്നെ ഒന്ന് റിസോവബിൾ ടൈപ്പ്. റിസോവബിൾ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ റിസോവ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ കട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് റിസോവബിൾ ടൈപ്പ് ഇടാം കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിസ്റ്റൻ ടൂത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഏറ്റവും അറ്റത്തെ പല്ലായതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ പല്ലിനും 2 സൈഡും മോണ ഉണ്ടാവും. അപ്പൊ ഈ മോണ ചേർത്ത് അങ്ങനെ സ്വിച്ചർ ഇടുക എന്നുള്ളതാണ് പല്ലെടുത്ത് കഴിഞ്ഞാൽ ചെയ്യുക. പക്ഷെ വിസ്റ്റൻ ടൂത്തിന്റെ കേസിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നാക്കിന്റെ വശത്ത് മോണ ഉണ്ടാവും, എന്നാൽ മറ്റേ സൈഡ് മോണ ഉണ്ടാവില്ല, പകരം കവിളായിരിക്കും. അപ്പൊ കവിളുമായിട്ട് ചേർത്താണ് നമ്മൾ സ്യൂച്ചർ ഇടുക. അപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മൾ വാ തുറക്കുമ്പോഴും അടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഈ സ്യൂച്ചർ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ സ്യൂച്ചർ പൊട്ടാൻ അതൊരു കാരണമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അത് ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്യൂച്ചർ പൊട്ടുക മറ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടെ ഇങ്ങനെ ഹോളായിട്ടിരിക്കുന്നതായിട്ട് കണ്ണാടി നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് വന്ന് വീണ്ടും ചിലപ്പോൾ റീസ്യൂച്ചർ വേണ്ടി വന്നേക്കാം കേട്ടോ. ഒന്ന് സൂക്ഷിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ബ്ലഡ് ഇല്ലാതെ ഇതെല്ലാം ചെയ്യുന്ന പ്രൊസീജിയർ എളുപ്പമാകാൻ വേണ്ടിയാണ്. പക്ഷേ ഉണങ്ങാനായിട്ട് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് കൺവേർട്ടായിട്ട് ടിഷ്യൂ ആയിട്ട് മാറുന്ന അവസ്ഥയാണുള്ളത് സാധാരണ ഹീലിംഗ് സമയത്ത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇന്റൻഷനലി കുറച്ച് ബ്ലീഡിങ് ഉണ്ടാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സ്റ്റിച്ച് ഇടുമ്പോഴേ ഈ ഫ്രണ്ടിലെ പല്ലിൻ്റെ അല്ലെങ്കിൽ 7ാമത്തെ പല്ല്, ഈ 7ാമത്തെ പല്ലിൻ്റെ പുറകിലുള്ള റൂട്ട് എക്സ്പോസ് ആവും ഈ പല്ലെടുക്കുമ്പോൾ. അപ്പൊ തുന്നലിടുമ്പോൾ നമ്മൾ എപ്പോഴും അതൊന്ന് നോക്കണം. ഈ 7ാമത്തെ പല്ലിന്റെ റൂട്ടിന്റെ പുറകുവശം ഫുള്ളായിട്ട് ഈ ടിഷ്യൂ വന്ന് കവേർഡ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ പല്ലെടുത്ത് കഴിഞ്ഞിട്ട് കുറെ നാളയുമ്പോൾ ഈ 7ാമത്തെ പല്ലിന്റെ അവിടെ പുളിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. ചില ആളുകളിൽ മോണയുടെ ഇറക്കം അല്ലെ മോണ റിസിഷൻ എന്ന് പറയും, ആ റിസിഷന്റെ പ്രശ്നം കൊണ്ട് പുളിപ്പുണ്ടാവും. അതല്ലാതെ നമ്മൾ ഈ സ്യൂച്ചറിന്റെ പ്രശ്നം കൊണ്ട് അത് വരാൻ പാടില്ല. അപ്പൊ അതിനായിട്ടുള്ളൊരു രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇത് വരാനുണ്ടാവില്ല കേട്ടോ, വേണമല്ലോ. എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതും വിസ്റ്റൻ ടൂത്താണ്, കുറച്ച് അകത്തോട്ടിരിക്കുന്ന പല്ലാണ്. എക്സ്റേയില് ആ പല്ല് കുറച്ച് ചരിഞ്ഞിരിക്കുന്ന ആയിട്ടാണ് കാണുന്നത്, കുറച്ച് അകത്തോട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. പൊട്ടിയുണ്ട്. ഈ കാണുന്നതാണ് ആ പല്ലിന്റെ പേര്. കംപ്ലീറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഡൈവേർജ് ആയിട്ടിരിക്കുന്ന റൂട്ട് ആയതുകൊണ്ടാണ് പൊട്ടി വന്നത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എക്സ്റേ എടുത്ത് നമ്മൾ പല്ലെടുത്ത സോക്കറ്റ് റൂട്ടൊന്നും ഇല്ലാന്ന് കൺഫേം ആക്കാനായിട്ട് എക്സ്റേ എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആയി. പല്ലുകളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ പോവാം. 1/2 മണിക്കൂർ പഞ്ഞ് കടിച്ചു വെക്കുക. ഇന്നത്തേക്ക് തണുത്തത് മാത്രം കഴിക്കുക. നാളെയും തണുത്ത് കഴിച്ചാൽ മതി. തൊണ്ടവേദന, ചുമ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തണുത്ത് കഴിക്കണം നിർബന്ധമില്ല. ഇത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. തൊണ്ടവേദന, ചുമ ഉണ്ടെങ്കിലും സോളിഡ് ഫുഡ് 2 ദിവസത്തേക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 1/2 മണിക്കൂറിന് പഞ്ഞി എടുത്ത് കളയാം. ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ട്രോ ഇട്ട് കുടിക്കാതിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഭാരപ്പെട്ട പണികൾ എടുക്കാതിരിക്കുക. കഞ്ഞിയൊക്കെ കുടിക്കുക. അമിതമായിട്ട് ബ്ലീഡിങ് തോന്നുകയാണെങ്കിൽ വിളിക്കുക, എന്നിട്ട് ഒന്ന് ക്ലിനിക്കിലേക്ക് പോവുക. അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രഷറൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് അങ്ങനെ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. കുറച്ച് നേരത്തേക്ക് ചിരിക്കുമ്പോഴൊക്കെ മുഖമൊക്കെ ഒന്ന് കോടിയിരിക്കും. അപ്പൊ പരിചയക്കാരെ നോക്കി ചിരിക്കാണ്ടിരിക്കുക കേട്ടാ. അപ്പൊ എഴുന്നേറ്റോ, വേറെ കുഴപ്പമൊന്നുമില്ല.